ഹലോ ഗായ്സ്, എൻ്റെ പേര് AR ഗെയിമിംഗ് ചെയ്തു. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഒരു മെഗാ വീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. അത് ഗൈസ് നമ്മൾ വലിയൊരു വീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഗൈസ്, ഇവിടെ നിന്ന് ക്യാരറ്റും പിന്നെ വീറ്റൊക്കെ എടുത്ത് ഞാൻ മാറ്റി. അതുകൊണ്ട് ഇപ്പം ഒന്നുമില്ല, ഞാൻ എല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. നമ്മൾ ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയായിരുന്നു, കൂടെ അതിൻ്റെ ബ്രീഡറും. ഗൈസ്, ആ ബ്രീഡർ വർക്കാവുന്നുണ്ട്. ഗൈസ്, അതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഒരു ബെഡും കൂടെ വെച്ച്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അയൺ ഫാമിലെ വില്ലേജേഴ്സായിട്ട് ലിങ്കായി. എന്താ അയൺ ഫാമിലെ വില്ലേജേഴ്സായിട്ട് ഗൈസ് അത് ലിങ്ക് ആയത്, അതുകൊണ്ടാണ് അത് വർക്കാവാഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ സാധനം എടുത്ത് മാറ്റി വെച്ചു ഗൈസ്. ആ ബെഡിൻ്റെ പൊസിഷൻ മാറ്റി വേറെ സ്ഥലത്തോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, പക്ഷേ ക്യാരറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഗൈസ്. എൻ്റെ 3-2 സ്റ്റാക്ക് ക്യാരറ്റൊക്കെ കാണുന്നുണ്ട് ഗൈസ്. 5 സ്റ്റാക്ക് 43 ക്യാരറ്റും ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ. ഇപ്പം 5 സ്റ്റാക്ക് 43 ക്യാരറ്റും. നമ്മളിന്ന് മെഗാ വീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട് ഇവിടെ ആയിട്ടാണ്, ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണമെന്ന് നോക്കണം ഗൈസ്. എവിടം വരെ ഈ വീറ്റ് ഫാം നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ മൊത്തം ചെയ്തിട്ട് സെറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ മൊത്തം വീറ്റ് നമുക്ക് നടണം. എന്നിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് ടോർച്ച് അതിന് മുമ്പ് ആദ്യം പ്ലേസ് ചെയ്യാം. മോബ്സും കാണാനൊന്നും സ്പോൺ ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒന്ന് ടോർച്ചുകളൊക്കെ ഒന്ന് സെറ്റാക്കി തരാം. എന്നിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഇവിടെ നമുക്ക് പണിയാം ഗൈസ്. പിന്നെ ഞാൻ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ ഈ മലയുടെ മേളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഡേർട്ട് ഇങ്ങനെ തട്ട് താഴോട്ട് പോകുന്നില്ല. ആ രീതിയിൽ തന്നെ ഞാൻ പണിയുന്നുള്ളൂ. ഈ വീറ്റ് ഫാം ഒരു ഒറിജിനാലിറ്റി തോന്നിക്കണം ഗൈസ്. എന്ന് വെച്ചാൽ ഇങ്ങനെ പാടം ഇങ്ങനെ കിടക്കുന്ന പോലെ, ഒരു പാടം ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നാം. ചെറിയ മാറ്റങ്ങൾ വരുത്തും. ചെറുതായിട്ട് ഇവിടുന്ന് കുറച്ച് ഡേർട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് ഡേർട്ട്, അങ്ങനെയൊക്കെ മാറ്റുന്നുള്ളൂ. വേണ്ടാത്ത ഒരു പോർഷനിൽ കുറച്ച് ഡേർട്ട് ഇങ്ങനെ മാറ്റത്തേ ഉള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ തട്ട് പോലെയായിട്ട് ഒരു പാടം കിടക്കുന്ന പോലെ രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേണ്ട രീതിയിലൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ പൊട്ടിക്കട്ടെ. ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ട രീതിയിലൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു നാച്ചുറലായിട്ട് തോന്നണം ഗൈസ്. ഇവിടെ വീറ്റ് ഫാം ചെയ്താലും ഇവിടെ ഒരു നാച്ചുറലായിട്ട് നമുക്ക് തോന്നണം. വേണ്ട ഡേറ്റ് ഇവിടുന്ന് മാറ്റുകയും ചെയ്തു, വേണ്ടടുത്ത് ഡേറ്റ് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം കുറച്ചൊക്കെ ഡേറ്റ് ഇവിടുന്ന് എടുത്തൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഡേർട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടം വരെയാണ് ഈ വീറ്റ് ഫാം വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി. അതുകൊണ്ട് അവിടെയും വെച്ചിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. നൈറ്റായി, ഉറങ്ങട്ടെ ഗൈസ്. ഇനി ഡേർട്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഫെൻസ് വെക്കണം. എല്ലായിടത്തും ഒന്നും വെക്കണം ഗൈസ്. ജസ്റ്റ് എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ കാണുമ്പം. ഞാനങ്ങ് പൊട്ടിച്ചളയട്ടെ. ഇവിടെ ആയിട്ടാണ് ഓക്കെ, ഒരു ഇവിടെ ഫെൻസ് വെക്കാം. ഇങ്ങനെ ഫെൻസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗൈസ്. ഞാൻ അപ്പുറ സൈഡ് ഇതുപോലെ ചെയ്യണം. ഗൈസ്, അങ്ങനെ ബോർഡർ പോലെ നമ്മൾ ജസ്റ്റ് എവിടം വരെ വീറ്റ് വരുന്നത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഡേർട്ട് ഇങ്ങനെ മേളിട്ട് പോയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ക്ലിയർ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു ഫെൻസ് ഇപ്പം ഈ ഒരു ബ്ലോക്ക് മേളിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫെൻസിങ് ആക്കണം. ഉണ്ടോ?
ഒരു ഇങ്ങനെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലായിടത്തും അങ്ങനെ ഫെൻസ് വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മേളിട്ട് ഡേർട്ട് വരുന്നിടത്ത് മാത്രം ചെയ്തെടുക്കാം. ഗൈസ് ഇങ്ങനെ ഇവിടെ മൊത്തം ഫെൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ മൊത്തത്തിൽ നിരത്തി ഇങ്ങനെ വെച്ചിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അതാ ഗൈസ് ഒരു വൃത്തി. അതൊരു നല്ല രസമാണ്. ഗൈസ് ഇങ്ങനെ നേരെ വെക്കുമ്പം ആ ഒരു ഇതങ്ങ് പോകും. ഗൈസ് അപ്പം ഈ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വഴി പോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഫെൻസ് ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഗൈസ് ആ ഒരു ബോർഡർ പോലെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ലൈറ്റ് പ്ലേസ് ചെയ്യണം. ഇനി നമ്മളിവിടെ ലാൻഡേൺ ഇവിടെ എൻ്റെ മേളിൽ വെക്കാം. ഇവിടെ ആയിട്ട് ഇനി ലാൻഡേൺ വെക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് വരണം. ഗൈസ് അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ലാൻഡേൺ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വെട്ടം കിട്ടുമായിരിക്കും ഗൈസ്. നൈറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് സെൻറ്ററിലൊക്കെ ലൈറ്റ് ഇടണം. അതിന് ഗൈസ് നമുക്ക് ടോർച്ചല്ല പ്ലേസ്, അല്ലെങ്കിൽ ഈ ലാൻഡേൺ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ഒന്ന് ഹോ ചെയ്തിട്ടായിരിക്കണം ചെയ്യുന്നത്. ഗൈസ് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെസ്റ്റും പിന്നെ ഇവിടെ ആയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് ഈ ചെസ്റ്റ് എന്തിനാ ഗൈസ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവിടുന്ന് ഹോ ചെയ്ത് കിട്ടുന്ന എല്ലാ വീറ്റും നമ്മൾ ഈ ചെസ്റ്റിനകത്തോട്ടാണ് വെക്കുന്നത്. പിന്നെ ഗൈസ് എൻ്റെ ഡയമണ്ട് ഹോയും ഇതിനകത്തോട്ടിരിക്കട്ടെ, അതും വെച്ചിട്ടുണ്ട്. ഗൈസ് ഈ ഡയമണ്ട് ഹോ ഇങ്ങനെ ഈ ചെസ്റ്റിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ഭംഗിയില്ല. ഞാൻ വേറെ എന്തൊരു ഐഡിയ കൊണ്ടുവരണം. ഗൈസ് കിട്ടി. ഗൈസ് നമുക്ക് ഈ ക്രാഫ്റ്റിനുള്ള സൈഡിലായിട്ടൊരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് അവിടെ ആയിട്ട് വെക്കാം. അത് രസമുണ്ട്. ഇതിൻ്റെ അകത്ത് ഹോ ഇരിക്കട്ടെ. ഞാൻ ഐറ്റം ഫ്രെയിം എടുത്തുകൊണ്ട് വരാം. ഗൈസ് ഐറ്റം ഫ്രെയിം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഐറ്റം ഫ്രെയിം വെക്കാം. ഇവിടുന്ന് ഡയമണ്ട് ഹോ എടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഡയമണ്ട് ഹോയും വെക്കാം. ഗൈസ് ഇപ്പം കാണാൻ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ലീഫൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഗാർഡനിങ് പോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ലീഫിൻ്റെ ഉള്ളത് ഇങ്ങനെ വെക്കാം. അങ്ങനെ എല്ലായിടത്തും ലീഫ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇതൊന്ന് ഹോ ചെയ്യാം. ഹോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ വെള്ളം ഒഴിക്കണം. വെള്ളം വേണം ഗൈസ്. നമുക്കിവിടെ കുറച്ച് കുഴി ഇങ്ങനെ വെട്ടിയിടാം. വേണ്ട ഏതൊക്കെ കുഴിയിലാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന്. കുഴിയും വെള്ളമൊക്കെ എല്ലായിടത്തും നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിക്കണം. അതിനായിട്ട് ഇവിടെ നമ്മളൊരു വാട്ടർ ലോക്ക് സിസ്റ്റം ഉണ്ടാക്കി വെക്കണം. ഇവിടെ 3 ബ്ലോക്കിനെ പൊടിച്ചിട്ട് ഇവിടെ വെള്ളം ഒഴിക്കുക, ഇവിടെ വെള്ളം ഒഴിക്കുക. ഇനി നടുക്കൂ നമുക്ക് വെള്ളം എടുക്കാം. എന്നിട്ട് ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിവിടെ മൊത്തം ഹോ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഹോ എടുക്കാം. നമ്മളിവിടെ മൊത്തം ഹോ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഹോ ചെയ്തപ്പോൾ ചെറിയ പ്രശ്നം പറ്റി. ഇവിടെ ഡേർട്ടായി വന്ന്. ഇവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കുറവാണ്, അതുകൊണ്ടാണ് ഈ ഡേർട്ട് കാണിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ഇവിടെ വെള്ളം എല്ലായിടത്തും വെക്കട്ടെ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇനി ഹോ ചെയ്യാം. ഓക്കെ, ഇനി ഹോ ചെയ്യാം ഗൈസ്. ഹോ എടുക്കുക, ഹോ ചെയ്യാം ഗൈസ് മൊത്തം. ഗൈസ് നമുക്ക് ഇതുപോലെ എല്ലായിടത്തും ഹോ ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ പകുതി ഹോ ചെയ്തപ്പോൾ തന്നെ ഈ ഹോയുടെ ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഈ ഹോയ്ക്കകത്ത് ഒരു മെൻഡിങ് അൺബ്രേക്കിംഗ് 3 ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെൻഡിങ് അൺബ്രേക്കിംഗ് 3 ഇടാം. ഗൈസ് വേണ്ട ബുക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇനി കൺഫ്യൂഷൻ വന്നത് ഫോർച്യൂൺ 3 വേണോ അതോ സിൽക്ക് ടച്ച് ആണോ ഈ ഹോയ്ക്ക് നല്ലത്? ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സിൽക്ക് ടച്ച് ആണോ ഇനി ഫോർച്യൂൺ 3 ആണോ നല്ലത്? ഗൈസ് ഞാൻ ഫോർച്യൂൺ 3 വാങ്ങുക. എഫിഷ്യൻസി 5 ഈ ഹോയ്ക്ക് ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ വാങ്ങുക. എഫിഷ്യൻസി 5 കൂടെ. എഫിഷ്യൻസി 5 വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ വേണ്ട ബുക്കെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇനി ഇത് ട്രാപ്പ് ഡോർ അടച്ചിട്ടുണ്ട്. ഇനി വെള്ളോട്ട് വാങ്ങാം ഗൈസ്. നമുക്കിനി ഈ ഹോയിലോട്ടെല്ലാം എടുത്തിടാം. നമുക്കിനി ഇത് ഓണാക്കാം. നമുക്ക് ഓണാക്കുക. ഞാൻ താഴെ പോയി നിൽക്കട്ടെ ഗൈസ്. വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നീവിൽ വെക്കാം. ഓക്കെ, നമുക്കിത് ഇനി ഓണാക്കാം.
ഇവിടുന്ന് കിട്ടുന്ന എക്സ്പി വെച്ച് നമുക്ക് മൊത്തം മെൻറ്റ് ചെയ്തെടുക്കാം. മെൻറ്റിങ് ഇടാം ഗൈസ്. മെൻറ്റിങ് ഇട്ടു, അൺബ്രേക്കിംഗ് 3 ഇട്ടു, ഫോർച്യൂൺ 3 ഇട്ടു, എഫിഷ്യൻസി 5 കൂടി ഇട്ടിട്ടുണ്ട്. ഗൈസ് ഹോ മെൻറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗൈസ് ഹോയിൽ ഒരിക്കലും ഷാർപ്പ്നെസ് 5 പറ്റത്തില്ല. വെറുതെ ഗൈസ് ഒരു ബുക്ക് വേസ്റ്റായി ഗൈസ്. എൻ്റെ ഒരു ബുക്ക് വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ട്. ഷാർപ്പ്നെസ് 5 ബുക്കിൽ ഇടാൻ പറ്റത്തില്ല ഗൈസ്. അതെ, ബുക്കിലല്ല, ഹോയിൽ ഇടാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഓഫ് ആക്കട്ടെ. ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മേലോട്ട് കയറാം. നൈറ്റ് ആയി ഗൈസ്. ഗൈസ് നമുക്കിതൊന്നും ഫുള്ള് മെൻറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെവൽ കുറവാണ്, അപ്പോൾ നമുക്ക് മൊത്തം മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുള്ള് മെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഹോ ചെയ്തെടുക്കാം. ഓക്കെ, മൊത്തം നമുക്കിനി ഹോ ചെയ്തെടുക്കാം. ഗൈസ് അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഹോ ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ സീഡ് നടന്നില്ല. നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് ഇവിടെ ചെയ്യാൻ. ഗൈസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹേബേൽ വെക്കണം. ഇങ്ങനെ കുറച്ച് ഹേബേൽ ഇങ്ങനെ വെക്കാം, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി. എല്ലായിടത്തും നമ്മൾ ഹേബേലും വെച്ചു. നമുക്കിനി ഇവിടെ ഒരു കുതിര കൊണ്ടുവരണം ഗൈസ്. കുറച്ച് കുതിരയൊക്കെ പിടിച്ച് ഇവിടെ കെട്ടി ഇങ്ങനെ ഇടാം. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കുറച്ച് കുതിരകളെ കൊണ്ടുവരാം ഗൈസ്. നല്ല ഇവിടെ കുറച്ചൊക്കെ നിൽപ്പുണ്ട്. രണ്ട് കുതിര പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. വേറെ കുതിര ഒന്നും സ്പോൺ ആവുന്നില്ല. രണ്ട് കുതിരകളെ കിട്ടാറുണ്ട്. വേറെ കുതിര ഒന്നും സ്പോൺ ആവുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി കുതിര കിട്ടുമ്പോൾ ഞാൻ ഇവിടെ പിടിച്ചിടാം. ഓക്കെ, വേറെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടും ഫാം ഏരിയയായിട്ടും കൂടെ ഒരു വഴി പോലെ സെറ്റ് ചെയ്തെടുക്കണം. അതും കൂടെ അത് ചെറിയ പണിയാണ്. ഇപ്പോൾ സെറ്റ് ആക്കി എടുക്കാം ഗൈസ്. നമ്മളിവിടെ നിന്ന് ഒരു വഴി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. പാത്ത് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഗൈസ് അങ്ങനെ പാത്ത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കുഴി പോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ ഇവിടെ കൊബിൾസ്റ്റോൺ വെക്കാം. ഗൈസ് നമ്മൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊബിൾസ്റ്റോൺ ഇടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ ആയിട്ട് വേറെ പണി ചെയ്യാനുണ്ട്. ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഇനിയും ഈ ലാൻഡേണും കൂടെ ഇങ്ങനെ ആക്കാം. കുറച്ച് നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയറി വരാം. ഓക്കെ, ഒരു കുറച്ചൊരു വഴി പോലെ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടെ ഇങ്ങനെ കുറച്ച് നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ കുറച്ച് ബോൺ മീൽ ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ബോൺ മീൽ ചെയ്യാം, ഇവിടെ ബോൺ മീൽ ചെയ്യാം, ഇവിടെയും ബോൺ മീൽ ചെയ്യാം, ഇവിടെയും ബോൺ മീൽ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബോൺ മീൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ പൂ മാത്രമായിട്ട് വരുന്നത്, ഈ പൂവൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ചെടുക്കാം. പൂ വേണ്ട ഗൈസ്, പൂ വാങ്ങി പഞ്ഞ വൃത്തികളാണ് ഗൈസ്. ഗൈസ് അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയും ഇവിടെ സീഡ് നടാം. ഓക്കെ, ഇവിടെ മൊത്തം നമുക്ക് ഇനി ഇവിടെ മൊത്തം സീഡ് നടാം. ഗൈസ് അങ്ങനെ എല്ലായിടത്തും നമ്മൾ സീഡ് നട്ടിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ സീഡ് നട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് വളരണം ഗൈസ്. കംപ്ലീറ്റ്ലി മൊത്തം ഒന്ന് വളരണം. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. കുറച്ചൊക്കെ ഇവിടെ അവിടെയൊക്കെ വലുതായിട്ടുണ്ട്. ഞാൻ ഇവിടെ സീഡ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വട്ടം ഇവിടെ നിന്ന്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊക്കെ വലുതായതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്.
ഇത് മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ വലുതാക്കണം. അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ AFK നിൽക്കാം. ഇവിടെ ആയിട്ടൊരു കുഴി കുഴിച്ചിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് നേരം AFK നിൽക്കാം ഗൈസ്. ഇവിടെ ടോർച്ച് വെക്കാം, ഇത് വെള്ളം കിടക്കാം. ഇനി കുറച്ച് നേരം AFK നിൽക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ 2.5 മണിക്കൂറോളം ഞാൻ അങ്ങോട്ട് AFK നിന്ന് മേളിൽ കയറി നോക്കട്ടെ ഗൈസ്. ഗൈസ് കംപ്ലീറ്റ്ലി എല്ലാം അങ്ങനെ ഫുള്ള് ആയിട്ടുണ്ട്. എല്ലാം വളർന്നു ഗൈസ്, എല്ലാം കംപ്ലീറ്റ്ലി എല്ലാം വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാടം കിടക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ മൊത്തം കംപ്ലീറ്റ്ലി ഫുള്ള് വളർന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ കംപ്ലീറ്റ്ലി വളർന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടുന്ന് മേളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഗൈസ് കാണാൻ. ഗൈസ് നോക്ക്, ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, മൊത്തം ഇങ്ങനെ വളർന്നു നിൽക്കുന്നതാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊക്കെ ഹേബയിലും പിന്നെ കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ഡെക്കറേറ്റും ചെയ്ത് പിന്നെ കുറച്ച് എന്താണ് ലാന്തേനും ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ കാണാൻ ഗൈസ്. അങ്ങനെ നമ്മൾ മെഗാ വീറ്റ് ഫാം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലെറ്റ്സ് പ്ലേ വീഡിയോ കാണാം. ബൈ ബൈ.